Hello, good morning guys. Welcome back to Tampering Videos Part 3. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ടാമ്പറിങ്ങിലെ ഡിറ്റക്ഷൻ ഓഫ് അഡീഷൻ പഠിച്ചു, ഡിറ്റക്ഷൻ ഓഫ് ഇൻറ്റൻറ്റഡ് ഇംപ്രഷൻ പഠിച്ചു, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിറ്റക്ഷൻ അപ്പാരറ്റസ് എസ്ഡേനെ പറ്റി ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഡിലീഷൻ, വേറൊരു ടൈപ്പ് ഓഫ് ഡിലീഷനെ പറ്റി പഠിച്ചായിരുന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇറേസിങ്ങിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു. പിന്നെ കോസസ് ഓഫ് ഇറേസസും കൂടി പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതാണ് ഡിറ്റക്ഷൻ ഓഫ് ഇറേസേഴ്സ്, ഒബ്ലിട്രേഷൻ, ഓവർ റൈറ്റിംഗ്, പേജ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് സീക്വൻസ് ഓഫ് സ്ട്രോക്സ്. സീക്വൻസ് ഓഫ് സ്ട്രോക്സ് നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ഇന്ന് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിറ്റക്ഷൻ ഓഫ് മെക്കാനിക്കൽ ഇറേസർ. മെക്കാനിക്കൽ ഇറേസർ എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിൻ്റെ ഡിറ്റക്ഷനാണ്. എങ്ങനെയാണ്? ഇങ്ക് റൺസ് ഔട്ട്, അതായത് നമ്മൾ എഴുതിയ അതിൽ നിന്ന് ഇറേസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഇതുണ്ടാവും അല്ലേ, ഇതായിരിക്കും നമ്മൾ ശരിക്കും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് മായ്ക്കണ സമയത്ത് ഇതുപോലെ പുറത്തോട്ടേക്ക് ഇങ്ക് റൺ ഉണ്ടാവും, ഇങ്ക് പുറത്തോട്ടേക്ക് ഒഴുകും. അതായത് നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴുകി പോണ പോലെ ഒഴുകുന്നതല്ല, ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് ഇതിൻ്റെ ലൈനിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ടേക്ക് ഒരു ഫറ് പോലെയൊക്കെ കാണാൻ പറ്റും. സൈഡ് വൈസ് ആൻഡ് ഫോമിങ് എ സീരീസ് ഓഫ് മൈന്യൂട്ട് ലൈൻസ് എക്സ്റ്റെൻഡിങ് ഇൻ ദ ബോത്ത് ഡയറക്ഷൻ. രണ്ട് സൈഡിലോട്ടേക്കും, ഇവിടെ കണ്ടില്ലേ, രണ്ട് സൈഡിലോട്ടേക്കും മായ്ക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ക് പുറത്തോട്ടേക്ക് പോകും അല്ലേ. എന്നിട്ട് എന്താ പറയുക, ഒരു സീരീസ് ഓഫ് മൈന്യൂട്ട് ലൈൻസ്, ഇതുപോലെ കുഞ്ഞു ലൈൻസ് പുറത്തോട്ടേക്ക് ഉണ്ടാവും. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തിന്നിങ് ദ പോർഷൻ വെയർ ഇറേസേഴ്സ് ഈസ് അപ്ലൈഡ്. ഈ ഇറേസിങ് ചെയ്തില്ലേ, ആ പോർഷനൊക്കെ കട്ടി, അതായത് പേപ്പറിൽ നമ്മൾ എഴുതിയതിനായിരിക്കുമല്ലോ മായ്ക്കുക, അപ്പോൾ അതിന് കട്ടി കുറയും. ആ എഴുതിയ ഭാഗത്തുള്ള കട്ടി കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ആ ഒരു തിന്നിങ് ഉണ്ടാകും, ആ ഒരു സൈഡിലോട്ടേക്കും ആ ഒരു എഴുതിയ ഭാഗത്തേക്കൊക്കെ ഒരു തിന്നിങ് ഉണ്ടാകും. നമുക്ക് പേപ്പർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ മായ്ച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിക്ക്. അടുത്ത പറയുന്നതാണ് ടിൻറ്റ് ഓഫ് ഇങ്ക് ഷോസ് ലിറ്റിൽ ഡിഫറൻസ് ഫ്രം ദി നോർമൽ ലൈൻ. ടിൻറ്റിങ് ഓഫ് ഇങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്കിന് കളർ നൽകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടിൻറ്റ് ഓഫ് ഇങ്ക് ഷോസ് ദ ലിറ്റിൽ ഡിഫറൻസ് ഫ്രം ദി നോർമൽ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നോർമൽ ലൈനിൽ നിന്ന്, അതായത് സാധാരണ എഴുതി, ഇപ്പോൾ ഇതൊക്കെ നോർമലായിട്ട് എഴുതിയല്ലേ, ഇതിന്ന് ഇങ്ങനെ മായ്ക്കുന്ന സമയത്ത് ഇങ്കിൻ്റെ ആ ഒരു കളറിങ് ഉണ്ടായാലും അത് പുറത്തോട്ട് ഇങ്ങനെ നൈസായിട്ട് സ്പ്രെഡ് ആവും. ശരിക്കും സെൻട്രലായിരിക്കും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ സൈഡിലോട്ടേക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നോർമൽ ലൈനിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് സൈഡിലോട്ടേക്ക് ഇങ്ക് സ്പ്രെഡ് ആകുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, ആ ഒരു കളർ സ്പ്രെഡ് ആകുന്ന പോലെ ഉണ്ടാവും. അടുത്ത പറയണേ, ദ ഇറേസ്ഡ് പോർഷൻ ഓഫ് ദ ഡോക്യുമെന്റ് ഡസ് നോട്ട് റിഫ്ലക്ട് ആസ് മച്ച് ആസ് ലൈറ്റ് ആസ് ദി സ്മൂത്തർ പോർഷൻ റിഫ്ലക്ട്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ എഴുതിയ ഭാഗം ഉണ്ടല്ലോ, അതായത് മായ്ക്കാത്ത ഭാഗം എന്ന് പറയണേ, ഇതുപോലെ ഇപ്പോൾ മായ്ക്കാത്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ അതിനൊരു നമ്മളൊരു നല്ലൊരു റിതമിക് അല്ലെങ്കിൽ ഒരു ഫ്ലുവൻറ്റ് റൈറ്റിംഗ് ആയിരിക്കും ആ ലെറ്റർ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ലൈറ്റ് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യും. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ടോർച്ച് അടിച്ച പോലെ കത്തുന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലുവൻസി കാരണം ഒരു ലൈറ്റ് എമിഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും ആ ഒരു പെന്ന് പോയേക്കണം അല്ലെങ്കിൽ ആ ഒരു ഇങ്ക് പോയേക്കണ രീതിക്ക്. അപ്പോൾ ഇൻ കേസ് അത് മായ്ച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു ഇറേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈറ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു റിഫ്ലക്ഷൻ ഇല്ലാണ്ടാവും, ഐ മീൻ കുറയും. കമ്പാരിറ്റീവ് നമ്മൾ സ്മൂത്തർ സർഫേസ് വെച്ച് നോക്കുന്ന സമയത്ത്, സ്മൂത്തായിട്ട് എഴുതിയ ഭാഗം വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു റിഫ്ലക്ഷൻ മായ്ച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയുമെന്നാണ് പറയുന്നത് ഈ പോയിന്റിൽ. ഡിസ്റ്റർബൻസ് ഓഫ് പേപ്പർ ഫൈബർ, ഒബ്വിയസ്ലി അതുണ്ടാവും. അതിനിപ്പോൾ നമ്മൾ ഇറേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെക്കാനിക്കൽ പ്രഷർ അല്ലെങ്കിൽ ഫിസിക്കൽ പവർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഇറേസ് ചെയ്യുന്നത്. റബ്ബറൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേപ്പറിനൊരു സ്മൂത്ത് സർഫേസ് ആയിരിക്കും. അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടായിരിക്കും, ആ പേപ്പർ ഫൈബറിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇറേസ് ചെയ്യുക. പേപ്പർ ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാണ്, മുളയും കൊണ്ട് കാര്യങ്ങളൊക്കെ കൊണ്ടല്ല. അപ്പോൾ അതിന് ഫൈബേഴ്സ് ഒക്കെ ആക്കിയിട്ട് സ്പെസിഫിക് പ്രോസസ്സിലൂടെയാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പേപ്പർ ഫൈബറൊക്കെ ഒരു സ്മൂത്ത്നെസ്സിൽ അടുക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മെക്കാനിക്കൽ പ്രഷർ ഉപയോഗിച്ചിട്ടുള്ള മെക്കാനിക്കൽ സെറ്റപ്പിൽ നമ്മൾ ഇതിനെ മായ്ക്കുന്ന സമയത്ത് അതിൻ്റെ പേപ്പർ ഫൈബറിനെയൊക്കെ അഫക്റ്റ് ചെയ്യും, അതിനൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് മാറിയിട്ട് ആ മായ്ച്ചൊരു ഭാഗത്തേക്ക്, ഇപ്പോൾ ഇവിടെയാണ് മായ്ച്ചതുണ്ട്, ആ ഒരു മായ്ച്ച ഭാഗത്തേക്ക് ഇവിടെ കണ്ടില്ലേ, മായ്ച്ച ഭാഗത്തേക്ക് പേപ്പർ ഫൈബർ ഡിസ്റ്റർബ് ആയിട്ടുണ്ടാവും. അടുത്തെന്ന് പറയുന്നത് ദ ഇറേസ്ഡ് പോർഷൻ അലോസ് മോർ ലൈറ്റ് ത്രൂ ഇറ്റ്. ആദ്യം പറഞ്ഞ എന്താ, റിഫ്ലക്ഷൻ, സ്മൂത്ത് ഭാഗത്താണ് റിഫ്ലക്ഷൻ കൂടുതൽ ഉണ്ടാവുക. ഇവിടെ പറയണത് ഇറേസ്ഡ് പോർഷൻ അലോസ് മോർ ലൈറ്റ് ത്രൂ ഇറ്റ്. ഇപ്പം ഇത് ഇറേസ്ഡ് പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ വെച്ച് നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ് ലൈറ്റ് നല്ലോണം പാസ് ചെയ്യും. കാരണം എന്താ, അവിടെ ഒരു തിന്നിങ് ഉണ്ടായിട്ടുണ്ട് അല്ലേ, പേപ്പർ ഫൈബർ ഡിസ്റ്റർബ് ആയിട്ട് രണ്ട് സൈഡിലോട്ടൊക്കെ ആയിട്ട് താഴ്ന്ന് ലൈറ്റ് വരുന്ന സമയത്ത് ഇത് ട്രാൻസ്പാരൻസി കുറച്ചും കൂടി കൂടും അല്ലേ. മറ്റേത് വെച്ച് നോക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, എന്താ പറയുക, താഴ്ന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ മായ്ച്ച ഭാഗത്തിൽ ട്രാൻസ്പാരൻസി കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് ഈ പറയുന്നത്, ദി ഇറേസ്ഡ് പോർഷൻ അലോസ് മോർ ലൈറ്റ് ത്രൂ ഇറ്റ്. എഴുതിയ ഭാഗത്തൂടെ കൂടുതൽ ലൈറ്റ് പാസ് ചെയ്യിക്കും. അടുത്തതെന്ന് പറയുന്നത്
ഡിറ്റക്ഷൻ ഓഫ് കെമിക്കൽ ഇറേസേഴ്സ്. അപ്പം നമ്മൾ മെക്കാനിക്കൽ ഇറേസേഴ്സിൻ്റെ ഡിറ്റക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ് കെമിക്കൽ ഇറേസേഴ്സ്. കെമിക്കൽ ഇറേസേഴ്സ് എന്ന് പറയുന്നത് ഇറേസിങ്ങിലെ വേറൊരു മെത്തേഡാണ് അല്ലേ. അപ്പോൾ പേരിൽ പറയുന്ന പോലെ കെമിക്കൽ ഇറേസ് എന്നുള്ള പേരിൽ പറയുന്ന പോലെ കെമിക്കൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇറേസിങ് ചെയ്യുക, മായ്ച്ചു കളയുക. അപ്പോൾ അവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ റിമൂവ്സ് ഓൺലി ഡൈ, അതായത് ഇങ്കിൻ്റെ ആ ഒരു മഷിയുടെ കളറും ഡൈയും കാര്യങ്ങളൊക്കെ റിമൂവ് ആവും. ഓക്കെ, പക്ഷേ എന്താ പറയുക, ബട്ട് ലീവ്സ് കെമിക്കൽസ്. ആ ഒരു കളറോ ഡൈയോ മാഞ്ഞു പോവുമായിരിക്കും. പക്ഷേ എന്താ പറയുക, കെമിക്കൽസ് യൂസ് ചെയ്ത് മായ്ക്കാൻ ഉപയോഗിച്ച കെമിക്കൽസ് ഉണ്ടാവുമല്ലോ, കെമിക്കൽ വെച്ചിട്ടാണല്ലോ നമ്മളിവിടെ ഇറേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കെമിക്കൽസ് അവിടെ ഉണ്ടാവും. അവിടെ ബട്ട് ലീവ്സ് കെമിക്കൽസ് അവിടെ ഉണ്ടാവും. കളർ അല്ലെങ്കിൽ ആ ഡൈ ആയിരിക്കും റിമൂവ് ആവുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അഫക്ട്സ് ഡോക്യുമെന്റ്സ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ പേപ്പർ ഫൈബേഴ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു. അപ്പോൾ കെമിക്കൽ ഇറേസേഴ്സ് വെച്ച് ചെയ്യുന്ന സമയത്തും എന്താ പറയുക, പേപ്പർ ഫൈബേഴ്സ് ലൂസൺ ആവും. അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, പേപ്പർ ഫൈബേഴ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഡോക്യുമെന്റ്സിന് അത് അഫക്ട് ചെയ്യും. ഇതിപ്പോൾ ഇവിടെ കണ്ടില്ല, മായ്ച്ചപ്പോൾ ഇതിനെന്താ ഈ ഡോക്യുമെന്റിനെ അഫക്ട് ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ ഈ 8 മാറ്റിയിട്ട് 3 ആക്കുന്ന സമയത്ത് ഈ ഒരു പേപ്പറിനെ അല്ലെങ്കിൽ പേപ്പർ ഫൈബറിനെ അല്ലെങ്കിൽ ദ ഹോൾ ഡോക്യുമെന്റിനെ അത് അഫക്ട് ചെയ്തു അല്ലേ. അടുത്തെന്ന് പറയുന്നത് ഗിവ്സ് ഫ്ലൂറസെൻസ് അണ്ടർ UV റേഡിയേഷൻ ആൻഡ് മേക്സ് ഇൻവിസിബിൾ റൈറ്റിംഗ് ലെജിബിൾ. അപ്പോൾ ആ കെമിക്കൽസ് വെച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് റൈറ്റിങ്സ് ഇൻവിസിബിൾ ആവും അല്ലേ, മാഞ്ഞു പോകുമല്ലേ. അപ്പോൾ ആ ഒരു സാധനം UV റേഡിയേഷൻസ് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഫ്ലൂറസെൻസ് കൊടുക്കും. ഇതേ കണ്ടോ, ഇപ്പം 9000 എന്നായിരുന്നു ഉണ്ടായത്, അല്ലെങ്കിൽ 90,000 ഉണ്ടായത് മായ്ച്ചതായിരിക്കാം. അപ്പോൾ ആ ഒരു മായ്ച്ചൊരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് കെമിക്കൽസ് ഉപയോഗിച്ച് മായ്ച്ചൊരു ഭാഗത്ത് ഫ്ലൂറസെൻസ് ഉണ്ടാവും. UV റേഡിയേഷൻ നമ്മൾ അടിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ VSC നമ്മൾ വീഡിയോ സ്പെക്ട്രൽ കമ്പാരിറ്ററിനെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ ഇൻസ്ട്രുമെന്റ്സിലോ അല്ലെങ്കിൽ UV ലാമ്പ് വെച്ചിട്ട് നമ്മൾ UV ലൈറ്റ് അടിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു ഫ്ലൂറസെൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഫ്ലൂറൻസ്, UV ലൈറ്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു തിളക്കം കണ്ടില്ലേ, ഫ്ലൂറസെൻസ് കണ്ടില്ലേ. തന്നെയാണ് നമ്മൾ ബയോളജിക്കൽ ഫ്ലൂയിഡ്സിൽ ലൂമിനോളൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതേ ടൈപ്പ് ഫ്ലൂറസെൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് gives fluorescence under UV radiation and makes the invisible writing legible. ഇൻവിസിബിൾ ആയിട്ടുള്ള റൈറ്റിംഗ്സിനെ കാണാൻ പാകത്തിന് ഡെസിഫർ ചെയ്ത് തരുന്നു. അടുത്തെന്ന് പറയുന്നത് സംടൈംസ് ദ ഇറേസ്ഡ് പോർഷൻ ഷോസ് റിഫ്ലക്ഷൻ വേരിയേഷൻ അണ്ടർ. ഇപ്പോൾ നമ്മൾ ഒബ്ലിക് ലൈറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ആംഗിളിലൊക്കെ ലൈറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ബാക്കി, അതായത് റൈറ്റിംഗ്സ് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ മായ്ച്ചൊരു ഭാഗം ഉണ്ടാവില്ല, കെമിക്കൽസ് വെച്ചിട്ട് മായ്ച്ചൊരു ഭാഗം ഉണ്ടാവില്ല. ഇപ്പോൾ ഇതുപോലെ മായ്ച്ചൊരു ഭാഗം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് റിഫ്ലക്ഷൻ വേരിയേഷൻസ് ഉണ്ടാവും. അതിലെ റിഫ്ലക്ഷൻസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം ഒരു സൈഡ് നമ്മൾ കെമിക്കൽ ഉപയോഗിച്ചിട്ട് മായ്ച്ചു കഴിഞ്ഞു, മറ്റടുത്ത് ഓൾറെഡി ഉള്ള ഒറിജിനൽ ഇങ്ക് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ വേരിയേഷൻസ് ഉണ്ടാവും. നെക്സ്റ്റ് ആണ് സംടൈംസ് എക്സാമിനേഷൻ അണ്ടർ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഓൾസോ വിൽ പ്രൂവ് ബെനിഫിഷ്യൽ. അതായത് ട്രാൻസ്മിറ്റഡ് ലൈറ്റിലും കൂടെ ഈ ഒരു എന്താ പറയുക എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ പെയിൽ യെല്ലോ സ്റ്റെയിൻ ആഫ്റ്റർ ദ ലാപ്സ് ഓഫ് ടൈം. സമയം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഡോക്യുമെന്റ്സിലൊക്കെ പഴക്കം വരുന്നില്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഇന്നലെ എഴുതിയ ആധാരം പണ്ടൊക്കെ എഴുതിയ ആധാരം നമ്മൾ നോക്കുന്ന സമയത്ത് കളർ നല്ല വ്യത്യാസം ഉണ്ടാവും അല്ലേ. അതേപോലെ കെമിക്കൽസ് ഉപയോഗിച്ച് മായ്ച്ച ഭാഗത്ത് ഇതേപോലെ കെമിക്കൽ ഉപയോഗിച്ച് മായ്ച്ച ഭാഗത്ത് യെല്ലോ പെയിലിംഗ് ഉണ്ടാവും, യെല്ലോ കളർ ഉണ്ടാവും, യെല്ലോ സ്റ്റെയിൻ ഉണ്ടാവും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് കണ്ടോ ഇവിടെ വ്യത്യാസം കണ്ടോ. ട്രാൻസ്മിറ്റഡ് ലൈറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് മായ്ച്ച ഒരു ഏരിയ ആണ്, ഇത് ഇരിക്കണ ഒരു ഏരിയ ആണ്. ഇത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ വേറെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. ദ ഇങ്ക് ഓൺ ദി ഇറേസ്ഡ് പോർഷൻ ഓഫ് ദി ഡോക്യുമെന്റ് ഫെദേഴ്സ് ഓൾമോസ്റ്റ് ആസ് എ ബ്ലോട്ടിംഗ് പേപ്പർ. ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക ഇറേസ്ഡ് പോർഷനിൽ ഫെദറിങ് ഫോം ചെയ്യും, ഒരു തൂവലൊക്കെ പോലെ. ഇതൊക്കെ കണ്ടോ സ്പ്രെഡിങ് ഉണ്ടോ അങ്ങോട്ടേക്കൊക്കെ. അപ്പോൾ കെമിക്കൽസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫെദറിങ് ഉണ്ടാവും. യൂസ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറഞ്ഞ പോലെ ഓരോ ഇൻസ്ട്രുമെന്റ്സ്, ഇതിപ്പോൾ VSCയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ UV ചേമ്പറിലോ വെച്ചിട്ട് UV ലൈറ്റ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇറേസേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, അതിൽ ചില ഭാഗത്ത് സ്പെസിഫിക് ഏതെങ്കിലും പോയിന്റിൽ ഇറേസിങ്ങിന്റെ പ്രസൻസ് ഉണ്ടോ, അതൊക്കെ നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഓരോ ലൈറ്റിംഗ് സോഴ്സ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ഉണ്ട്, ഒബ്ലിക് ലൈറ്റ് ഉണ്ട്, സ്പോട്ട് ലൈറ്റ് ഉണ്ട്, ഫ്ലൂറസെൻസ് ഉണ്ട്, UV ഉണ്ട്, IR ഉണ്ട്. അങ്ങനെ ഓരോ ലൈറ്റ് സോഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അടുത്തെന്ന് പറയുന്നതാണ് ഒബ്ലിട്രേഷൻ. ഒബ്ലിട്രേഷൻ നമ്മൾ ഇതിനു മുമ്പും ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഒബ്ലിട്രേഷൻ? Obliteration is nothing but covering the original writing or typewriting or the printed matter with some ink or any opaque material to make the writing invisible or undecipherable.
ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒറിജിനലായിട്ട് അതായത് ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗിലുള്ളത് അല്ലെങ്കിൽ പ്രിന്റിംഗ് മാറ്റർ പ്രിന്റഡ് മാറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മേലത്തേക്ക് ഇങ്കോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒപ്പേക് മെറ്റീരിയൽ, അതായത് അത് കവർ ചെയ്യാൻ പാകത്തിന് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ടൈപ്പ് മെറ്റീരിയൽസിനാണ് ഒപ്പേക് മെറ്റീരിയൽസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് റൈറ്റിങ്ങിനെ ഒന്നിക്കൽ ഇൻവിസിബിൾ ആക്കുക, കാണാത്ത രീതിക്കാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വായിച്ചെടുക്കാൻ പറ്റാത്ത രീതിക്ക് മാറ്റിയെടുക്കുന്നതിനാണ് അല്ലെങ്കിൽ അങ്ങനെ കവർ ചെയ്യുന്നതിനെയാണ് ഒബ്ലിട്രേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കണ്ടോ, നമ്മൾ എഴുതിയിട്ട് അതിന്റെ മേലേക്ക് ഇപ്പൊ പെന്നോണ്ട് എഴുതിയതിന്റെ മേലേക്ക് മാർക്കർ ഉണ്ട്, ബ്ലാക്ക് മാർക്കർ കൊണ്ട് ആക്കി കഴിഞ്ഞാൽ താഴെയുള്ളത് കാണൂടാ ഇല്ല. സെയിം കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ പേപ്പറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് ഒക്കെ എഴുതുന്ന സമയത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലേക്ക് നമ്മൾ വൈറ്റ്നർ ഉപയോഗിച്ച് കവർ ചെയ്യൂലേ, വൈറ്റനിങ് ഇങ്ക് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യൂലേ, അതിനൊക്കെ ഈ ഒബ്ലിട്രേഷൻ എന്ന് പറയും കേട്ടോ. മിസ്റ്റേക്കൺ ടൈപ്പ് റൈറ്റിംഗ് കവേർഡ് വിത്ത് ക്യാൻസലേഷൻ മാർക്സ്, അതായത് ടൈപ്പ് റൈറ്റിംഗിൽ അല്ലാണ്ട് നമ്മൾ സാധാ എഴുതിയാലൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ നമ്മൾ വൈറ്റ്നർ കൊണ്ട് കവർ ചെയ്യൂലേ, ഇപ്പൊ ഇതുപോലെ കണ്ടോ, ഇതുപോലെ കവർ ചെയ്യൂലേ, അതിനെയാണ് ഒബ്ലിട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ താഴെ ഈ സ്കെച്ച് മാർക്ക് കൊണ്ട് കവർ ചെയ്തതിന്റെ താഴെ കൂടി റൈറ്റിംഗ്സ് ഉണ്ട് അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ്സ് ഉണ്ട്. ഇവിടെ അതേപോലെ തന്നെ റൈറ്റിംഗ്സിനെ ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒന്നിക്കൽ സ്കെച്ച് ആയിരിക്കാം, മാർക്കർ ആയിരിക്കാം, വൈറ്റ്നർ ആയിരിക്കാം, എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യുന്നത് അല്ലേ. അടുത്ത അപ്ലിക്കേഷൻ ഓഫ് കറക്ഷൻ ഫ്ലൂയിഡ് ടു പെയിന്റ് ഓവർ മിസ്റ്റേക്കൺ മാറ്റർ. തെറ്റിപ്പോയ സാധനം നമ്മൾ വൈറ്റ്നർ ഉപയോഗിച്ച് കവർ ചെയ്യുന്നതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറയണേ, സച്ച് ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ് ക്യാൻ ബി ഡിസിഫൈഡ് അണ്ടർ ട്രാൻസ്മിറ്റഡ് IR, UV ആൻഡ് ഒബ്ലിക് ലൈറ്റിംഗ് കണ്ടീഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ സാധനങ്ങൾ തന്നെയാൽ അല്ലേ. IRനെ പറ്റി പറഞ്ഞു, ട്രാൻസ്മിറ്റഡിനെ പറ്റി പറഞ്ഞു, UV ഒബ്ലിക് ലൈറ്റിംഗ്സ്, ഓരോ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനെ ഡിസിഫയർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ താഴെ എഴുതിയതിനെ ഡിസിഫയർ ചെയ്തെടുക്കാൻ പറ്റും. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക, അതിന്റെ മേലെ വൈറ്റ്നർ കൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെ കൊണ്ട് എഴുതിപ്പിക്കുക, അതിന്റെ മേലെ വൈറ്റ്നർ കൊണ്ട് മാസ്ക് ചെയ്യുക, അതിന്റെ താഴെ കൂടെ നമ്മളെ ഫോണിന്റെ ടോർച്ച് ലൈറ്റ് ഇല്ലേ, ഫ്ലാഷ് ലൈറ്റ്, അത് വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈ ഇന്റൻസിറ്റി ലൈറ്റ് വെച്ചിട്ട് നോക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതിന്റെ സത്യാവസ്ഥ കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന തന്നെയാണ്. നിങ്ങൾ നാളെ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലൊക്കെ പോകുന്നവരല്ലേ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ഒരു ട്രയൽ പോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ കണ്ടില്ലേ, എഴുതിയതിന്റെ മേലത്തേക്ക് മാർക്കർ കൊണ്ട് ചെയ്തു, പിന്നെ ഓരോ ലൈറ്റ് വെച്ച് ഓരോ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് താഴെയുള്ളത് റിവീൽ ചെയ്ത് വന്നു. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ പേജ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് പേജ് സബ്സ്റ്റിറ്റ്യൂഷൻ? പേരിൽ തന്നെ ഉള്ള പോലെ റിമൂവിംഗ് ദ എക്സിസ്റ്റിംഗ് പേജ് ഫ്രം ദ ഡോക്യുമെന്റ് ആൻഡ് റീപ്ലേസിംഗ് ഇറ്റ് വിത്ത് ന്യൂ ഫ്രോഡ്ലൻലി പ്രൊഡ്യൂസ്ഡ് പേജ്. ഫോർജറുടെ ഇന്റൻഷൻ അനുസരിച്ചിട്ട്, ആളുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പേജ് ഒറിജിനൽ ഡോക്യുമെന്റിലെ പേജ് മാറ്റിയിട്ട് ആൾ ഉണ്ടാക്കിയ ഒരു പേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കയറ്റുന്നു, അതിലേക്ക് ആഡ് ചെയ്ത് വെക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, സൈൻ ചെയ്യുന്ന കൂട്ടത്തിലേക്ക് ഒരു എക്സ്ട്രാ പേജ് ആഡ് ചെയ്തിട്ട് അതിലും കൂടി സൈനൊക്കെ വാങ്ങൂലേ, അതുപോലെയാണ് പേജ് സബ്സ്റ്റിറ്റ്യൂഷൻ. എക്സ്ട്രാ പേജ് ഒറിജിനൽ ഡോക്യുമെന്റ് കൂട്ടത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, പ്ലസ് അതിന്റെ കൂട്ടത്തിലുള്ള ചിലപ്പോൾ ഒരു പേപ്പർ റിമൂവ് ചെയ്തിട്ട്. ഓക്കെ, ദ ഫോർജറി ക്യാൻ ബി ഡിറ്റക്ടഡ് ബൈ എക്സാമിൻ ദ ഇൻഡന്റേഷൻ മാർക്സ്, വാട്ടർ മാർക്സ് ഓർ വയർ മാർക്സ് ഓൺ ദ സബ്സ്റ്റിറ്റ്യൂട്ട് പേജ്. അതിന്റെ താഴത്തെ പേജിൽ എഴുതിയിട്ടുണ്ടെന്ന്, അത് ഐ മീൻ ടൈപ്പ് റിട്ടേൺ അല്ലാത്ത നമ്മൾ റൈറ്റ് ചെയ്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴത്തെ പേജിൽ ഇതുപോലെ ഇൻഡന്റേഷൻ മാർക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ ടൈപ്പ്ഡ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാട്ടർ മാർക്സും വയർ മാർക്സ് അല്ലെങ്കിൽ അതിന്റെ ഗേജ് ഒക്കെ പേപ്പറിൽ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും, ഇതുപോലെ എഴുതിയിട്ടുണ്ടാവും, കാണാത്ത രീതിക്കോ അല്ലെങ്കിൽ ലൈറ്റിന്റെ കണ്ടീഷൻസിലൊക്കെ നോക്കുന്ന സമയത്ത് കാണുന്ന രീതിക്ക് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ താഴെയുള്ള പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡന്റേഷൻ മാർക്ക് ഉണ്ടാവും. ഇൻ കേസ് ഇൻഡന്റേഷൻ മാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ പേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കയറ്റിയതാണ് രണ്ടാമത്. ദ ഫിസിക്കൽ മാച്ചിങ് ഓഫ് ദ പേപ്പർ സംടൈംസ് yield ഡിസൈഡ് റിസൾട്ട്. ചിലപ്പോൾ കീറിയതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫിസിക്കൽ മാച്ച് ചെയ്യുക, അല്ല വേറെ ഒരു ഫുൾ പേജ് ആണെന്നുണ്ടെങ്കിൽ പേപ്പർ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു മനസ്സിലാവും അതിനകത്ത് പേപ്പർ വേരിയേഷൻസ് ഉണ്ടോ. കാരണം ഒരു ഡോക്യുമെന്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം ഒരേ ബാച്ചിലെ പേപ്പേഴ്സ് ആയിരിക്കുമല്ലോ, അപ്പോൾ പേപ്പേഴ്സ് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. അടുത്തെന്ന് പറയുന്നതാണ് ഓവർ റൈറ്റിംഗ്. ഓവർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം എഴുതിയതിന്റെ മേലെ പ്രീ എക്സിസ്റ്റിംഗ് റൈറ്റിംഗ്സിന്റെ മേലെ ഒന്നുകൂടെ എഴുതുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താഴെ എഴുതിയിട്ടുണ്ട്, അതിന്റെ മേലെ എഴുതിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം എഴുതിയതിന്റെ മേലെ കൂടെ വേറെ എന്തോ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടുണ്ടാവും. ഇത് കണ്ട, ഒരു പ്രാവശ്യം എഴുതിയതിന്റെ മേലെ വേറെ ഒരു പ്രാവശ്യം കൂടെ എഴുതാം. നമ്മൾ UV ലൈറ്റ്, ഒബ്ലിക് ലൈറ്റ് അല്ലെങ്കിൽ ഓരോ MML ലൈറ്റ്, ഓരോ നാനോമീറ്ററിലെ ലൈറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. എക്സാമിനേഷൻ ഓഫ് ദ സീക്വൻസ് ഓഫ് സ്ട്രോക്സ് വിൽ എയ്ഡ് ഇൻ ഡിറ്റർമൈനിങ് വിച്ച് ഓഫ് ദ റൈറ്റിംഗ്സ് വാസ് മെയ്ഡ്. സീക്വൻസ് ഓഫ് സ്ട്രോക്ക് നമ്മൾ തൊട്ടപ്പുറത്ത് സ്ലൈഡിലുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് പറഞ്ഞിട്ട് പോവാം. സീക്വൻസ് ഓഫ് സ്ട്രോക്സ് നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലായി ഏത് റൈറ്റിംഗ്സ് ആണ് ആദ്യം ഉണ്ടാക്കിയെന്നുള്ളത്. ഒറിജിനൽ റൈറ്റിംഗ്സ് ക്യാൻ ബി ഡെസിഫൈഡ് അണ്ടർ ട്രാൻസ്മിറ്റഡ്, ഒബ്ലിക്, UV or sometimes IR lighting condition. ഓരോ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ലൈറ്റിംഗ് കണ്ടീഷൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഡിസിഫർ ചെയ്തെടുക്കാൻ പറ്റും, വായിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഡിറ്റർമിനേഷൻ ഓഫ് സീക്വൻസ് ഓഫ് സ്ട്രോക്സ്, ക്രോസ്ഡ് സ്ട്രോക്സ്. എവിടെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് എഴുതിയ ഇങ്ക് ഉണ്ടല്ലോ, നമ്മൾ രണ്ടാമത് എഴുതുന്ന റൈറ്റിംഗ്സിലെ ഇങ്ക് ഫസ്റ്റ് ലൈനിലോട്ടേക്ക് സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് ആ ഒരു എഴുതിയ ഭാഗത്ത് ഡാർക്കനായിട്ട് കാണുന്നുള്ളത് അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ട് കാണുന്നുള്ളത്. ഇവിടെ കണ്ടോ, ഇത് ഫസ്റ്റ് എഴുതിയതാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ഫസ്റ്റ് എഴുതിയതാണ്, രണ്ടാമത് എഴുതിയതാണ്
ബ്ലാക്ക് വെച്ചിട്ട്. അപ്പോൾ ഈ ബ്ലാക്കിലെ ഇങ്ക് ബ്ലൂവിലോട്ടേക്ക് സ്പ്രെഡ് ആവും. രണ്ടാമത് എഴുതിയത് ഫസ്റ്റിലോട്ടേക്ക് സ്പ്രെഡ് ആവും. ബോൾ പോയിന്റ് ഇങ്ക് ഫോംസ് ലെയേഴ്സ് വൺ എബോവ് ദി അതർ ആൻഡ് വിച്ച് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ എ സ്റ്റീരിയോ സൂം മൈക്രോസ്കോപ്പ്. ഇപ്പം ഇൻ കേസ് ബോൾ പോയിന്റ് പെൻ വെച്ചിട്ടാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊരു ലെയർ ആയിട്ട് കാണും. ഇത് ഇവിടെ കാണാം, 2 ലെയർ ആയിട്ട് ഒന്നിന്റെ മേലെ ഒന്നിരിക്കണ പോലുള്ള ഒരു ലെയർ ടൈപ്പായിട്ട് നമുക്കിത് കാണും. അപ്പോൾ നമുക്കത് സ്റ്റീരിയോ സൂം മൈക്രോസ്കോപ്പ്, അതായത് സ്റ്റീരിയോ മൈക്രോസ്കോപ്പിൽ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ലെയർ ഫോർമേഷൻ കൃത്യമായിട്ട്